അറിഞ്ഞുകൊണ്ട് പരിപാടി അലങ്കോലപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ അത് ശരിയല്ല. അല്ല, പ്രോഗ്രാമിന്റെ തുടക്കം മുതലിങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രോഗ്രാം ലൈവ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അങ്ങനെ പറയണ്ട. അതെന്താ പ്രശ്നം? പറഞ്ഞു. അല്ല, അങ്ങനല്ല. നമ്മൾ ഇത് ആർക്ക് കണ്ടാലും അറിയത്തില്ല. ഞങ്ങൾ ചെയ്യുന്ന സാധനം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ പ്ലേ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ മൈക്രോഫോൺ വെച്ചിട്ടില്ലല്ലോ. മൈക്ക് വെച്ചിട്ട് വാ അനക്കുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഇത് പറയുന്ന കേൾക്കാം, ഞാൻ പറയുന്നത് മൈക്ക് വെച്ചിട്ട് ഞങ്ങൾ വാ അനക്കുവാണെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങൾ സത്യമാണ്. ഇത് മൈക്കുള്ള റെക്കോർഡിംഗ് ആണ്. ഇത് ഈ പരിപാടി തന്നെയാണ് എല്ലാ സ്റ്റേജിലും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് നമ്മളെ ലൈവ് ഉണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. ആദ്യത്തെ 25 മിനിറ്റ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. ദയവായി സഹകരിക്കാമെങ്കിൽ സഹകരിക്കുക. നമ്മൾ അങ്ങനെയുള്ള ഭാഷകളൊന്നും പ്രയോഗിക്കും ദൈവത്തിൽ. അല്ല, അങ്ങനെ നമ്മളെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ ഈ പുള്ളി വന്ന് മോശം സംസാരിച്ചു. അദ്ദേഹം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറയും നിങ്ങളെന്ന് വരിക നടത്തത്തില്ലെന്ന് പറയും. അങ്ങനൊന്നും പറയരുത്. അതൊരു ശരിയായ നടപടിയല്ല. അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾ റെക്കോർഡിങ് ചെയ്ത് ഞങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത സാധനമാണ് ഇത്. ഇന്ന് വരെ ഒരാൾ പോലും പറയാം നമ്മൾ ഇതാ ചെയ്യുന്നുണ്ടല്ലോ. അല്ലെ സഖാവ് പറയട്ടെ. ഹലോ ദയവേതൊന്ന് കേൾക്കുക. ആദ്യത്തെ അരമണിക്കൂർ ഇത്തരത്തിൽ റെക്കോർഡിംഗ് പ്രോഗ്രാമാണ്. അതിനുശേഷം ലൈവ് പ്രോഗ്രാം ഉണ്ടാവും. അത് മൈക്രോഫോൺ പറയാണ്. അല്ലല്ല ഇതിന്റെ സംഘാടകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്. ആദ്യത്തെ അരമണിക്കൂർ പ്രോഗ്രാം റെക്കോർഡിംഗ് ചെയ്ത സാധനമാണ്. ഞങ്ങൾ ലാപ്പാണ് അവിടെ പ്രോഗ്രാം വരുന്നത്. നമ്മൾ ഒരിക്കലും ഞങ്ങൾ മൈക്ക് വെച്ച് സംസാരിച്ചില്ലല്ലോ. മൈക്ക് വെച്ച് അത് കഴിഞ്ഞാണ്. ആദ്യത്തെ അരമണിക്കൂർ പ്രോഗ്രാം ടൈറ്റിലാണ്. തുടക്കം ടൈറ്റിലാണ്. ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നത്, ഈ പ്രശ്നം നിങ്ങൾ 2-3 പേരും പറഞ്ഞു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമല്ലെങ്കിൽ പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിരുന്നു ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് വീണ്ടും പറയുന്നു. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്, തുടക്കം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങിയില്ലല്ലോ. ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. പ്രോഗ്രാം തുടങ്ങിയില്ല, ഇത് പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. വീണ്ടും പറയുന്നത് പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. 34 വർഷത്തെ ആദ്യത്തെ സംഭവമാണ്. ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ പറയുന്നത്. ഞാൻ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് മൊത്തം കാണിച്ചാണ് ഇവരെ. പ്രോഗ്രാമിന്റെ തുടക്കം ആദ്യത്തെ അരമണിക്കൂർ ടൈറ്റിലാണ്. പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. കേരളത്തിലെ എല്ലാ സമിതികളും ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് പ്രോഗ്രാം. അതങ്ങനെ പറയരുത്. നമ്മളങ്ങനെയാണ്. ഓക്കെ വേണേ കണ്ടുപോകാന്നുള്ള പദം ഞാൻ പ്രയോഗിച്ചിട്ടില്ല. പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പോകാം. അത് പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം അല്ലേലും നമ്മുടെ പത്തനംതിട്ട നാട്ടിൽ തന്നെയുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ. ഇപ്പൊ നിങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരു മര്യാദയോട് കാണിച്ചിട്ടില്ല. നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കം ഇതുപോലത്തെ ഒരു മെസ്സേജ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പരിപാടി ഉണ്ടല്ലോ, പരിപാടി തുടങ്ങിയില്ലല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ പ്രതികരണത്തിൽ ഒരു അപാകത പറ്റി. അത് തെറ്റാണെന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ പറഞ്ഞു. ആ പരിപാടികൾ തുടരാൻ അനുവദിക്കണം. ഇനി അങ്ങനെ അപാകതകളൊന്നും ഉണ്ടാകത്തില്ല എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും ക്ഷമയോടെ പരിപാടി ഭംഗിയായി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
അരമണിക്കൂർ കഴിഞ്ഞ് പരിപാടികൾ ഗംഭീരമായി പറയും. ലൈവ് 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 ഉണ്ട്, ലൈവ് ഉണ്ട്. പറഞ്ഞു. അത് നടത്തും, അങ്ങനത്തെ പരിപാടി നടത്തും. ഇല്ല 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 ഇല്ല, ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്. നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമിക്കുക. സ്റ്റേജിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് എല്ലാവരും ക്ഷമിക്കുക. പരിപാടികൾ ഗംഭീരമായിരിക്കും, യാതൊരു കുഴപ്പവും ഉണ്ടാക്കരുത്. ക്ഷമിക്കുക. പരിപാടികൾ തുടരാം, പരിപാടികൾ തുടരാം. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. നമ്മുടെ നാടിന്റെ പരിപാടിയാണ്, എല്ലാവരും ക്ഷമിക്കണം. നാടിന്റെ പരിപാടിയാണ്. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ പരിപാടി ഗംഭീരമാക്കാനും ഓണാഘോഷ പരിപാടികൾ വിജയിപ്പിക്കാനും നമ്മൾ ഇത് സഹകരിച്ച് ഈ പരിപാടി ഗംഭീരമാക്കി അവതരിപ്പിച്ച് ഇത് പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് സ്റ്റേജിൽ നിന്ന് അറിയിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇതിന്റെ അഡ്വാൻസ് കൊടുക്കുകയും ഇതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് തന്നതിന് ശേഷമാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തതും ഇതിനകത്ത് അഡ്വാൻസ് കൊടുത്തതുമൊക്കെ തന്നെ. ആദ്യത്തെ 25 മിനിറ്റ് അല്ലല്ല, കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കണ്ടതും അതനുസരിച്ച്. ഓക്കെ, ശരി, എല്ലാവരും പരിപാടികൾ തുടരുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. പരിപാടികൾ എല്ലാ തെറ്റുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം. ഒരു അല്ല, ഏതായാലും ബുക്ക് ചെയ്ത പരിപാടിയാണ്. ഈ പരിപാടി അവതരിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു 3-4 മിനിറ്റിന് ശേഷം പ്രോഗ്രാം ആരംഭിക്കുകയുള്ളൂ. ദയവായി സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി തന്നെ, എല്ലാവരും നല്ലൊരു കൈയടി തന്നെ എല്ലാവരും. അപ്പോൾ പ്ലീസ് രാജീവ് അവിടെ തന്നെ വെച്ച് പ്ലേ ചെയ്യുക, സഹകരിക്കുക. 3 അക്ഷരത്തിൽ തുടങ്ങി 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരെ ഒന്ന് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്നൊരു പ്രശ്നം. ഞാൻ എൻ്റെ വാക്കുകളിൽ ആർക്കെങ്കിലും എൻ്റെ വാക്കുകളിൽ വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം എൻ്റെ ആ മനസ്സിലെ ആഗ്രഹം എപ്പോഴും ഈ ആഹാരവും മരണവും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നിടത്ത് വെച്ചായിരിക്കില്ല നടക്കുന്നത്. ഈ വേദിയിൽ നിന്നൊരു കലാകാരൻ മരിക്കണമെന്നാണ് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വേദനിപ്പിക്കരുത്, ഞങ്ങളെ സന്തോഷിപ്പിക്കണം. ഒരു നല്ല കൈയടി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മനോഹരമായ പാട്ടുകളൊക്കെ കോർത്തിണക്കി ലൈവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടാപ്പൻ നമ്മളോട് സഹകരിക്കണം. ഞങ്ങളുടെ കലാകാരി അവിടെ വന്ന് പറഞ്ഞത് ചേട്ടനെ അല്ല, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. വെറും എല്ലാവരും കഥാപാത്രമായി മാത്രം കാണുക, അല്ലേ? നമ്മുടെ രജിത മെമ്പർ പോയോ? ഉണ്ടല്ലേ, രജിത മെമ്പറിന്റെ ഒറ്റ ധൈര്യത്തില് ഞാനിവിടെ നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷം. കാരണം പ്രത്യേകിച്ച് ഞാൻ ഒരു പഞ്ചായത്തിലെ ജീവനക്കാരനാണ്. പ്രത്യേകിച്ച് 1996 ഞാൻ ഏഴംകുളം പഞ്ചായത്തിലെ തന്നെയുള്ള നെടുമൺ കല്ലേത്ത് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. 96 മുതൽ 2002 വരെ ഞാൻ നെടുമൺ സ്കൂളിൽ ജോലി ചെയ്ത ആളാണ്. അതിനുശേഷമാണ് എനിക്ക് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയത്. ഇനിയും 7 വർഷം കൂടെ സർവീസ് ഉണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, ഈശ്വരൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായും ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ അടുത്തൊരു ട്രാൻസ്ഫറിൽ ഞാൻ വന്നിരിക്കും. ഉറപ്പാണ്, ഞാൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകണം. ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. അവൻ പ്രോഗ്രാം ആരംഭിക്കുന്നു. വീണ്ടും ഒരു വിഷ്വൽ